എല്ലാവർക്കും നമസ്കാരം. വാർത്താവിശേഷങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഒരു എക്സിറ്റ് പോൾ ഫലം, യഥാർത്ഥത്തിൽ ഈ ഫലം ഒരു 2 ദിവസം മുമ്പ് വന്നതാണ്. 29-ന് വൈകിട്ട് തന്നെ വന്നതാണ്. പക്ഷേ അവർ വളരെ വിശദമായി ഓരോരോ മണ്ഡലങ്ങളിലും ആരൊക്കെയാണ് ജയിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു വളരെ വളരെ കൗതുകകരമായ ഒരു റിസൾട്ടാണ്, അല്ലെങ്കിൽ അത്തരത്തിൽപ്പെട്ട ഒരു സൂചനയാണ് പീപ്പിൾസ് ഇൻസൈറ്റ് കേട്ടോ. പീപ്പിൾസ് ഇൻസൈറ്റിന്റെ എക്സിറ്റ് പോളിന്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ കൊട്ടാരക്കരയിൽ LDF വിജയിക്കും എന്നാണ് എക്സിറ്റ് പോൾ ഫലം. കൊട്ടാരക്കരയിൽ KN ബാലഗോപാൽ, നമ്മുടെ ധനമന്ത്രി, വിജയിക്കുമെന്നാണ് പറയുന്നത് കേട്ടോ. പീപ്പിൾസ് ഇൻസൈറ്റിന്റെ സൂചനയാണ്. അവിടെ KN ബാലഗോപാലിനാണ് വിജയം പ്രവചിക്കുന്നത്. LDFന് 40.88% വോട്ട് ലഭിക്കുന്ന പറയുന്നത്. UDFന് 31.64% വോട്ട്. അവിടെ ഐഷ പൂറ്റി അല്ലേ? യെസ്. NDAക്ക് 19.86% വോട്ട് നേടുമെന്നാണ് പീപ്പിൾസ് ഇൻസൈറ്റ് പറയുന്നത്. അതേപോലെ ചിറയൻകീഴ് അറിയാലോ, നമ്മളെ രമ്യ ഹരിദാസ്. ചിറയൻകീഴിൽ UDF വിജയിക്കുമെന്നാണ് എക്സിറ്റ് പോൾ ഫലം. 34.94% വോട്ട് നേടി UDF വിജയിക്കും. LDFന് 32.06 വോട്ടാണ് ലഭിക്കുക. NDAക്ക് 25.09 വോട്ട് നേടും. വാമനപുരത്ത് LDF വിജയിക്കുമെന്നാണ് ഫലം. LDFന് 42.32% ആണ് പ്രതീക്ഷിക്കുന്നത്. UDFന് 37.63%, NDAക്ക് 12.24%. മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂചനയാണ് കോഴിക്കോട് സൗത്തിൽ അവിടെ അഹമ്മദ് ദേവർകോവിൽ, നമ്മുടെ മന്ത്രി, പരാജയപ്പെടും. കോഴിക്കോട് സൗത്തിൽ UDF വിജയിക്കുമെന്നാണ് ഫലം. UDF 33.48% വോട്ട് നേടിയാണ് വിജയിക്കുക. NDA 2ാം സ്ഥാനത്ത് എത്തുമെന്നാണ് പോൾ പറയുന്നത്. അവിടെ NDA, കോഴിക്കോട് സൗത്തിൽ NDA, റെനീഷ് എന്ന് പറഞ്ഞിട്ട ഒരു മിടുക്കനായ ഒരു NDA സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം 2ാം സ്ഥാനത്ത്. LDFന് 29.52% വോട്ട് മാത്രമാണ് ലഭിക്കുക എന്നാണ് പറയുന്നത്. ഇനി കൊടുങ്ങല്ലൂരിൽ LDF വിജയിക്കുമെന്നാണ് പോൾ ഫലം. LDFന് 41.05% വോട്ട്, UDFന് 34.36%, NDAക്ക് 16.09. ഇനി കോതമംഗലത്ത് UDF ജയിക്കുമെന്നാണ് ഫലം. ഇഞ്ചോടിഞ്ച് മത്സരം അവിടെ നടക്കും. UDFന് 41.97, 41.87 LDFന്. NDAക്ക് കുറവാണ്, 9.22%. ഇനി കാസർഗോഡ് UDFനാണ് സർവേ വിജയം പ്രവചിക്കുന്നത്. UDFന് 34.87%, NDA 2ാമതെത്തും, അവിടെ 34.25%, LDFന് 23.87% മാത്രം. ഇനി പേരാമ്പ്ര, എല്ലാവരും കൗതുകത്തോടെ നോക്കുന്നതാണ്. പേരാമ്പ്രയിൽ ആരാണ് ജയിക്കാൻ പോകുന്നത്? ഇടതുപക്ഷത്തിന്റെ കൺവീനർ അല്ലെ, TP രാമകൃഷ്ണൻ. ഇടതുപക്ഷത്തിന്റെ കൺവീനർ TP രാമകൃഷ്ണൻ മത്സരിക്കുന്ന ഇടതുപക്ഷത്തിന്റെ കോട്ടയാണ് പേരാമ്പ്ര. ആ കോട്ട തകർക്കാൻ വേണ്ടിയിട്ടാണ് ഫാത്തിമ തഹലിയ, MSFന്റെ കരുത്തുറ്റ പോരാളി. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ, എങ്ങനെയായിരുന്നു ഷാഫി പറമ്പിൽ വടകരയിൽ വന്നിറങ്ങിയത്, ഷാഫി പറമ്പിൽ എങ്ങനെയായിരുന്നു വടകരയിൽ ടീച്ചറമ്മയെ നേരിട്ടത്, അതേപോലെയാണ് TP രാമകൃഷ്ണനെ നേരിട്ടത് ഫാത്തിമ തഹലിയ. ഏതാണ്ട് 20,000 വോട്ടിന്റെ അടുത്ത് ഭൂരിപക്ഷം TP രാമകൃഷ്ണൻ ഉണ്ടായിരുന്നേ. പക്ഷേ ഇവിടെ പറയുന്നത് എന്താണെന്നറിയോ? പേരാമ്പ്രയിൽ UDF വിജയിച്ച് കയറുമെന്നാണ് ഫലം. പൊരിഞ്ഞ പോരാട്ടം നടന്ന ഇവിടെ UDF 42.25% വോട്ട് നേടുമെന്നാണ് പറയുന്നത്. LDFന് 42.12. ചെറിയ വ്യത്യാസത്തിന് ഫാത്തിമ തഹലിയ ജയിക്കുമെന്ന് പറയുന്നത്. ഈ ഫാത്തിമ തഹലിയ കൗമിലെ പെൺകുട്ടിയാണ്. അതുകൊണ്ട് അമ്മന്റെ ആൾക്കാരൊക്കെ ആർക്ക് വോട്ട് ചെയ്യണം? ഈ ഫാത്തിമ തഹലിയക്ക് വോട്ട് ചെയ്യണം എന്ന് മുസ്ലിം വിഭാഗം ഒരു വർഗീയ പ്രചാരണം നടത്തുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന രീതിയിൽ TP രാമകൃഷ്ണന്റെ ആൾക്കാർ, CPMന്റെ ആൾക്കാർ ഒരു മൈക്ക് പ്രചാരണമൊക്കെ നടത്തിയിരുന്നു. അത് വൻ വിവാദമൊക്കെ ആയിരുന്നു. ഏതുപോലെ എന്ന് പറഞ്ഞാൽ കാഫിർ സ്ക്രീൻഷോട്ട് വരെ. അതായത് നമ്മുടെ ഷാഫി പറമ്പിൽ വർഗീയവാദിയാണ് എന്ന് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് ടീച്ചറമ്മയുടെ ആൾക്കാരെല്ലാം കൂടിയും ഷാഫി പറമ്പിലിനെ വർഗീയവാദിയാക്കാൻ വേണ്ടിയിട്ട് ഒരു കാഫിർ സ്ക്രീൻഷോട്ട് ഇറക്കിയ പോലെ TP രാമകൃഷ്ണനെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട്, TP രാമകൃഷ്ണന് അവിടെ ഒരു ഹൈന്ദവ ഏകീകരണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അവിടെ ഒരു മുസ്ലിം ഏകീകരണമാണ് മുസ്ലിം വിഭാഗം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഫാത്തിമ തഹലിയക്ക് വേണ്ടി എന്ന രീതിയിലുള്ള ഒരു വർഗീയ വിഷം ചീറ്റിക്കൊണ്ടുള്ള ഒരു പ്രചാരണം പേരാമ്പ്രയിൽ നടത്തിയിരുന്നു. അതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് ഫാത്തിമ തഹലിയ അവിടെ വിജയം നേടുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഫാത്തിമ തഹലിയക്ക് എത്രയാണ് വോട്ടാണ്? 42.25%. LDFന് 42.12%, 0.13%. ഫാത്തിമ തഹലിയ മുന്നിട്ട് നിൽക്കുന്നത് കേട്ടോ. NDAക്ക് അവിടെ 10.93%. ഇനി ബേപ്പൂരിൽ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ LDF വിജയിക്കുമെന്നാണ് പറയുന്നത്. LDF 49.82% വോട്ട് നേടുമ്പോൾ UDFന് 27.42% മാത്രം വോട്ടേ ലഭിക്കൂ എന്നാണ് പറയുന്നത് കേട്ടോ. അൻവർ മൊട്ടടിക്കേണ്ടി വരുമോ?
എന്നാണ് ഇവരുടെ ഈ പ്രവചനം പറയുന്നത്. ഇവരെ NDA 16.43% വോട്ട് നേടും. അത് ശരിയായിരിക്കും. 16.43% ഒക്കെ NDA അവിടെ കിട്ടാൻ സാധ്യതയുണ്ട്. പ്രകാശ് ബാബു നല്ല ഫൈറ്റാണ് നടത്തിയത്. പക്ഷേ 27.42% വോട്ടേ UDF കിട്ടുകയുള്ളൂ എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഒരു ബേപ്പൂർ മണ്ഡലത്തിൽ പെട്ട ഒരാൾ എന്നുള്ള രീതിയിൽ അൻവർ, ഞാൻ വിചാരിക്കുന്നത് അൻവർ തന്നെയാണ് അവിടെ വിജയിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഇവരുടെ ഒരു സൂചന എന്ന് പറഞ്ഞാൽ ഒരു വലിയ വ്യത്യാസത്തിന് എന്താ പറയാ, നമ്മുടെ റിയാസ് ജയിക്കുമെന്നാണ്. ഏതായാലും നോക്കാം, കാത്തിരിക്കാം അല്ലേ. മഞ്ചേശ്വരത്ത് UDF കൃത്യമായ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നാണ് ഇവർ പറയുന്നത്. UDF 40.02% നേടും. അവിടെ NDA കെ സുനേന്ദ്രന് 35.16% വോട്ടേ കിട്ടുകയുള്ളൂ. LDFന് 18.61% മാത്രം. ഇനി ഇരിങ്ങാലക്കുടയിൽ LDF വിജയിക്കുമെന്നാണ് പറയുന്നത്. LDFന് 33.95, UDFന് 29.80 വോട്ട് മാത്രം. അവിടെ NDAക്ക് 26.35. പല സ്ഥലത്തും NDA നല്ല രീതിയിൽ വോട്ട് വാങ്ങുന്നുണ്ട്. വൈക്കത്ത് LDF വിജയിക്കുമെന്നാണ് സർവേ പ്രവചിക്കുന്നത്. LDFന് 39.56, UDFന് 32.71. ഇനി റാന്നിയിലും LDF വിജയിക്കുമെന്നാണ് പറയുന്നത്. 38.6, അവിടെ 35.87. UDF തൊട്ട് പിന്നിൽ തന്നെയുണ്ട് കേട്ടോ. പക്ഷേ ഈ സൂചനകളൊക്കെ അങ്ങോട്ടും മാറി മറിയുന്നു തോന്നുന്നു. കാരണം ചെറിയ നേർത്ത ഒരു വ്യത്യാസമാണ് ശതമാനക്കണക്കിൽ ഇവർ പറയുന്നത്. NDAക്ക് 17%. ഇനി ഒറ്റപ്പാലത്ത് LDF വിജയിക്കുമെന്നാണ് ഫലം. 35.98. അവിടെ UDF വളരെ പിന്നിലാണ്, 28.85. NDA അവരുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്, 27.15. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, NDA നല്ല രീതിയിലുള്ള ഒരു വോട്ട് വിഹിതം നേടുന്നുണ്ട്. പിന്നെ ഷൊർണൂരിൽ LDF തന്നെ വിജയിക്കും, 39.65%. UDFന് 25.88. അതും NDA തൊട്ടടുത്തുണ്ട്, 26.17. ഇനി അമ്പലപ്പുഴയിൽ UDF, നമ്മുടെ G സുധാകരൻ. അമ്പലപ്പുഴയിൽ UDF വിജയിക്കുമെന്നാണ് ഫലം. 39.75. അവിടെ H സലാമിന് LDF 37.66. 2.10% വോട്ടുകൾക്ക് മുന്നിലാണ് G സുധാകരൻ. അവിടെ NDAക്ക് 15.64% വോട്ട് NDA പിടിക്കുന്നുണ്ട്. ഇനി ഹരിപ്പാട് സംശയമില്ലല്ലോ, UDF ജയിക്കും. അവിടെ 43.94. അവിടെ LDFന് 26.32% ഉള്ളൂ. NDA അവരുടെ തൊട്ടടുത്തുണ്ട്, 23.94. പാലക്കാട് ഇവർ പറയുന്നത് ശോഭാ സുരേന്ദ്രൻ അല്ല എന്നാണ്. അവിടെ UDF 35.22, LDFന് 24.48, NDA അതായത് ശോഭാ സുരേന്ദ്രൻ 34.76, 35.22, 34.76. നേരിയ വ്യത്യാസത്തിന് രമേശ് പിഷാരടി മുന്നിൽ എന്നാണ് പറയുന്നത്. അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ഇനി ആറന്മുളയിൽ നമ്മുടെ പെടലി മന്ത്രി UDF ജയിക്കുമെന്നാണ് എക്സിറ്റ് പോൾ പറയുന്നത്. അവിടെ അബിൻ വർക്കി. UDF 35.59% വോട്ടും LDF 30.63% വോട്ടും നേടുമെന്ന് പറയുന്നത്. NDAക്ക് അവിടെ 26.94. NDAക്ക് എല്ലാ സ്ഥലത്തും 25-ന് മേലെയാണ്, 25% മേലെ. കൊടുങ്ങല്ലൂരിൽ LDFന്റെ ജയമാണ് പീപ്പിൾസ് ഇൻസൈറ്റ് പ്രവചിക്കുന്നത്. LDF 41.05%, UDF 34.36%. അവിടെ NDA 16% ഇവിടെ. ഇനി കൊല്ലത്ത് LDFന്റെ വോട്ട് ശതമാനം, LDF ആയിരിക്കും 37.57%, UDFന് 34.28% ഉള്ളൂ. ചാത്തന്നൂരിലെ NDA ആണ് ജയിക്കാൻ പോകുന്നത്. അവിടെ NDAക്ക് 37.12% വോട്ടുണ്ട്. LDFന് 33.24 മാത്രമേ ഉള്ളൂ. UDF ഏറ്റവും പിന്നിലാണ്, 20.29. തൃത്താലയിൽ LDF വിജയിക്കുമെന്ന് പറയുന്നത്. അവിടെ 45.06, UDFന് 38.09. ഇനി കോങ്ങാടും LDFന് 36.93, UDF തൊട്ട് പിന്നിൽ 34.46. പേരാവൂരിൽ ഇവർ പറയുന്നത് LDF ജയിക്കുന്നതാണ്. ശൈലജ ജയിക്കുമെന്നാണ് പറയുന്നത്. 46.18, UDFന് 37.8% കിട്ടുള്ളൂ എന്ന് പറയുന്നു. NDAക്ക് 9.25% കിട്ടുള്ളൂ എന്ന് പറയുന്നു. സണ്ണി ജോസഫ് പരാജയപ്പെടുമെന്നാണ് ഇവർ പറയുന്നത്. ഇനി സംസ്ഥാനത്താകെ നോക്കുമ്പോൾ UDF 66 മുതൽ 76 വരെ സീറ്റുകൾ നേടി അധികാരം പിടിച്ചെടുക്കുമെന്നാണ് പീപ്പിൾസ് ഇൻസൈറ്റ് പറയുന്നത്. 66 മുതൽ 76 വരെ. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ അട്ടിമറി നടക്കാൻ പോകുന്നത് NDAയുടെ പ്രകടനത്തിൽ. അവർ പറയുന്നത് BJP നയിക്കുന്ന NDA സഖ്യം 10 മുതൽ 14 വരെ സീറ്റ്, 10 മുതൽ ഇന്ന് വരെ ഉണ്ടായ, അല്ലെങ്കിൽ ഈ 16ഓളം എക്സിറ്റ് പോൾ സർവേകൾ വന്നു. അതിൽ ഏറ്റവും കൂടുതൽ 14. നമ്മൾ നേരത്തെ ഇന്നലെ വന്ന ടുഡേസ് ചാണക്യ പോലും പറയുന്നത് 11 സീറ്റ് വരെ എന്നാണ് പറയുന്നത്. 3 മുതൽ 11 വരെ എന്ന് പറയുമ്പോൾ
പീപ്പിൾസ് ഇൻസൈറ്റ് പറയുന്നു 10 മുതൽ 14 വരെ സീറ്റുകൾ നേടുമെന്നാണ് റിപ്പോർട്ട്. അങ്ങനെയെങ്കിൽ കേരള രാഷ്ട്രീയത്തിലെ നിർണായക മുഹൂർത്തമായത് മാറുമെന്നാണ് പറയുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും BJP കാഴ്ചവെച്ച മുന്നേറ്റം നിയമസഭയിലും അതിനേക്കാൾ ശക്തമായി പ്രതിഫലിക്കുമെന്നാണ് ഇവരുടെ കണക്കുകൾ പറയുന്നത്. ഇനി ഭരണകക്ഷിയായ LDFന്റെ സ്ഥിതി 58 മുതൽ 68 വരെ എങ്ങനെ തലകുത്തി മറിഞ്ഞാലും 70 എത്തില്ല, 58 മുതൽ 68 വരെ. അതായത് പല സിറ്റിംഗ് സീറ്റുകളിലും ഇടതുമുന്നണിക്ക് കനത്ത തിരിച്ചടി നേരിടുമെന്നാണ് ഇവർ പറയുന്നത്. ത്രികോണ മത്സരം നടന്ന മണ്ഡലങ്ങളിലെല്ലാം BJP വോട്ട് വീതം വർദ്ധിപ്പിക്കുമെന്നും പറയുന്നു. അപ്പോൾ ഇതാണ് വളരെ വളരെ കൗതുകകരമായ ഒരു എക്സിറ്റ് പോൾ ഫലം എന്നേ എനിക്ക് പറയാനുള്ളൂ. നമ്മൾ പ്രതീക്ഷിക്കുന്ന പലയിടത്തും അല്ലെങ്കിൽ നേരത്തെ പല നിരീക്ഷകരും പറഞ്ഞതിൽ നിന്ന് വളരെ വിഭിന്നമായിട്ട്, ഉദാഹരണമായിട്ട് പേരാവൂറിൽ ശൈലജ വിജയിക്കുമെന്ന് അങ്ങനെ ആരും പറയുന്നില്ല, പക്ഷേ ഇവർ പറയുന്നു ശൈലജയാണ് വിജയിക്കാൻ പോകുന്നത്. അതേപോലെ ബേപ്പൂര് അൻവർ വളരെ പിന്നിലാവും എന്ന് ഇവർ പറയുന്നു, പക്ഷേ അതും വിശ്വസനീയമാണ് എന്ന് തോന്നുന്നില്ല. അതേപോലെ 14 സീറ്റിലേക്ക് BJP വരുമോ? വന്നു കഴിഞ്ഞാൽ 14 സീറ്റിലേക്ക് BJP വന്നു കഴിഞ്ഞാൽ അങ്ങനെ എന്താ പറയുക, തട്ടിമുട്ടി UDFും LDFും നിൽക്കുന്നൊരവസ്ഥയിലേക്ക് വരുമെന്നാണ് സൂചന. ഏതായാലും ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. നമുക്ക് ഏതായാലും നോക്കാം ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.